കിഫ്ബി വഴി നടപ്പാക്കപ്പെടുന്ന പ്രോജക്ട്സിന് വരുമാനം സൃഷ്ടിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ശ്രമം വേണ്ടേ? എല്ലാം ഫ്രീ ആയിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇപ്പോൾ പോലും ഈ സ്ത്രീകളുടെ കാര്യം, ഫ്രീ ട്രാവൽ, ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പിങ്ക് യെല്ലോ കാർഡ്, അതായത് BPL ഫാമിലീസിൽപ്പെട്ട സ്ത്രീകൾക്ക് കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും, ഇപ്പോൾ എൻ്റെ വീട്ടിലെയും നിങ്ങളുടെ വീട്ടിലെയും സ്ത്രീകൾക്ക് അത് ഓഫർ ചെയ്യും. നമ്മൾ പോകുമോ ഇല്ലയോ എന്നുള്ളതല്ല, എന്തിനാണ് എല്ലാവർക്കും. അതേപോലെ കോളേജ് ഗോയിങ് ഗേൾസ്, ഇവരുടെ അപ്രോച്ച് ഞാൻ പറയുകയാണ്. വീണ്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 62 ലക്ഷം പേർക്കാണല്ലോ സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുക്കുന്നത്. ഇതിൽ 27 ലക്ഷം പേർക്ക് മാത്രമേ അക്കൗണ്ട് വഴി കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള 35 ലക്ഷം പേർക്കും പൈസ സഹകരണ സംഘങ്ങൾ വഴി അല്ലെങ്കിൽ സർക്കാർ സംവിധാനം വഴി വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു. എന്തിനാണ് ഇത് കൊടുക്കുന്നത്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ സ്വാധീനം, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ, പാർട്ടി എന്ന് പോലും പറയണ്ട, അവരുടെ സ്വാധീനം. ഇത് കിട്ടുന്നത് ഇന്നാൾ, നാളെ വോട്ടിംഗ് വരുമ്പോൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം, പാർട്ടിയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഇല്ല അവർ കേൾക്കുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പൈസ വീട്ടു. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ നടപ്പാക്കിയ അക്കൗണ്ട് ട്രാൻസ്ഫർ, ഇപ്പോൾ എന്താണ് PM കിസാൻ, എത്രയോ വലിയ എമൗണ്ട്, 6000 രൂപ പെർ, എല്ലാം ത്രൂ അക്കൗണ്ട് അല്ലേ? എന്തുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും അക്കൗണ്ട് ഇല്ലാത്ത ആരുമേ ഇല്ല?